ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്ന മോളെ, ഇത് എന്തിനാ സുനന്ദ ഇതൊക്കെ വാങ്ങാൻ പോയത്? അമ്മയൊന്നും മിണ്ടാതിരുന്നേ. പിറന്നാളിന് വരുന്നവരെ ഗിഫ്റ്റ് കൊണ്ടുവരും. കൊണ്ടുവന്നില്ലെങ്കിലാണ് നമ്മൾ ചോദിക്കേണ്ടത്, അല്ലേ ഗോപാലേട്ടാ? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. രണ്ടുപേരും ചേർന്ന് വിളക്ക് തെളിയിച്ചോളൂ. ലക്ഷണങ്ങൾ ശുഭമാണ്. കണ്ണടച്ച് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. മോളെ പ്രാർത്ഥിക്കൂ. കണ്ണടയ്ക്കാൻ പേടിയൊന്നും മമ്മി, എനിക്ക് പറ്റുന്നില്ല. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. പറയുന്ന കേക്ക്. പ്രാർത്ഥിക്കൂ. ഇപ്പൊ സമാധാനായില്ലേ കുട്ടി? ആപത്തൊന്നും ഇല്ലാന്ന ബോധ്യായില്ലേ? ഇനി ക്ഷേത്രത്തിലേക്ക് വന്നോളൂ എല്ലാരും. ഓക്കെ, എനിക്കിപ്പോ ഒരു ധൈര്യമായി. ശരി, എന്നാ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോവാം. സുനന്ദേച്ചി, മോളിക്കുട്ടി, അകത്തെ അമ്മയും മോളും കൂടി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ വരവ് സംശയമായിരിക്കുമെന്ന്. അത് ഈ ഗോപാലേട്ടന്റെ സ്വഭാവം വെച്ച് പറയുന്നതാ. എല്ലാം കേറി ഏക്കുകയും ചെയ്യും. ഒരിടത്ത് പോവാനൊട്ട് സമയവും ഇല്ല. സുഖല്ലേ ഗോപാലേട്ടൻ? ഇപ്പൊ നടക്കുന്ന നടപ്പ് സുഖാണെങ്കിൽ സുഖം തന്നെ, അല്ലാണ്ട് എന്താ പറയാ. അല്ല കൃഷ്ണേ, നമ്മുടെ ചീഫ് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. അങ്ങനെയാണോ നിങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളെ പറയുന്നത്? പിന്നല്ലാതെ. അല്ല, ഇവിടെ നിന്നാ മതിയോ? വാ, അകത്തേക്ക് വാ. വാ വാ, പണി ഒരുപാടുണ്ട്. വാ. മൊത്തത്തിലൊന്ന് ഗംഭീരമാക്കിയിട്ടുണ്ടല്ലോ. പിന്നല്ലാതെ, അവിടുന്ന് പോന്നപ്പോഴേക്കും ഞാൻ കോടീശ്വരി ആയില്ലേ. പിന്നെ ആ നിലയ്ക്ക് വേണ്ടി. അതെ അതെ അതെ. തങ്കേച്ചി, കൃഷ്ണമോളെ, കാണാതിരുന്നപ്പോ ഞാൻ പറഞ്ഞു ചിലപ്പോ വരവുണ്ടാവില്ല എന്ന്. അത് സങ്കടം കൊണ്ട് പറഞ്ഞതാ. എന്തായാലും നിങ്ങൾ വന്നല്ലോ, സന്തോഷമായി. അവിടുന്ന് പോകുന്നത് മാതിരിയല്ല. തങ്കേച്ചിയുടെ മുഖത്ത് ഇപ്പൊ ഒരു വെട്ടമൊക്കെ ഉണ്ട്. അത് പിന്നെ അമ്മയും മോളും ഇവിടെ വലിയ താരങ്ങളല്ലേ. നാട്ടുകാർക്കൊക്കെ ഇഷ്ടം, ബഹുമാനം, പിന്നെന്താ അല്ലേ മേ? നീ പോടി അവിടുന്ന്. ഉള്ള കാര്യം പറയാലോ, മനസമാധാനമുണ്ട്. ചുറ്റുപാടും കൊല്ലാൻ നടക്കുന്ന ആൾക്കാരും ഇല്ല. ഈ അവസ്ഥയിലേക്ക് അമ്മയെ കൊണ്ട് എത്തിക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുള്ളതാ. പക്ഷെ ഒരൊറ്റ നാടുമാറ്റം മൂലം ഇതൊക്കെ സംഭവിച്ചു എന്നുള്ളതാ സത്യം. സുനന്ദേ, അതും കൊടുത്തേ. ഇന്ന മോളെ. ഇത് എന്തിനാ സുനന്ദ ഇതൊക്കെ വാങ്ങാൻ പോയത്? അമ്മയൊന്നും മിണ്ടാതിരുന്നേ. പിറന്നാളിന് വരുന്നവരെ ഗിഫ്റ്റ് കൊണ്ടുവരും. കൊണ്ടുവന്നില്ലെങ്കിലാണ് നമ്മൾ ചോദിക്കേണ്ടത്, അല്ലേ ഗോപാലേട്ടാ? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ സുഖല്ലേ? സുനന്ദേച്ചി, അല്ല, ഇതെന്താ? സുനന്ദേച്ചിക്ക് എന്റെ വക ഒരു സമ്മാനം.
ഒരു ഡ്രസ്സാ. അത് ശരി. പിറന്നാളിന് ഇങ്ങനെ ഒരു ആചാരമുണ്ടോ? എങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഓരോ പ്രസന്റ് തരുമായിരുന്നല്ലോ. അപ്പൊ എനിക്കും കിട്ടില്ലായിരുന്നു സമ്മാനം. അതെ, ഗോപാലിന് വാങ്ങിയിട്ടില്ലെന്ന് ആരാ പറഞ്ഞേ? മോളെ, ഇതാ ഗോപാലമാമ. ഇതെന്തായാലും വല്ലാത്തൊരു ചടങ്ങായി പോയി. ഇനി എവിടെ പോയില്ലെങ്കിലും ആരെങ്കിലും ബർത്ത്ഡേ വിളിച്ചാൽ ഞാൻ പോകും സുനന്ദേ. അല്ല, ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ പുതിയ ഡ്രസ്സൊക്കെ. മോളിക്കുട്ടിക്കില്ലേ? എനിക്ക് നേരത്തെ തന്നെ കിട്ടി ബോധിച്ചു. അക്കാര്യത്തിൽ കൃഷ്ണനെ സമ്മതിക്കണം. എത്ര തിരക്കിനിടയിലായാലും അവൾ അതൊക്കെ ഓർത്തു വെച്ച് ചെയ്തിരിക്കും. ഇന്ന് വരുന്നവരൊക്കെ ഒരു കുടുംബക്കാരാ. അതുകൊണ്ട് എനിക്ക് പുതിയ ഡ്രസ് ഉള്ളതുപോലെ എല്ലാവർക്കും വേണമെന്ന് അവള് പറയുന്നേ. ഞാൻ പറഞ്ഞത് സത്യല്ലേ? ഇന്നൊരു നല്ല ദിവസമാണ്. പക്ഷെ ഞാൻ മാത്രം ചിരിച്ചിട്ടോ, ഞാൻ മാത്രം സന്തോഷിച്ചിട്ടോ കാര്യമില്ലല്ലോ. സന്തോഷം എല്ലാവർക്കും ഉണ്ടാവണം. എന്റെ പിറന്നാൾ ദിവസം ഞാൻ അതാ ആഗ്രഹിക്കുന്നത്. തിരുവനി, എന്റെ മോളുടെ പേരിൽ എല്ലാ വഴിപാടുകളും കഴിപ്പിക്കണം. ഇന്ന് അവളുടെ ജന്മദിനാ. മകളെ കുറിച്ചുള്ള അന്വേഷണം ഒരിടത്തും എത്തിയില്ലല്ലേ? ഇല്ല, ജീവിതത്തിൽ എന്റെ ലക്ഷ്യം അത് തന്നെയാ. ഇനി എത്ര കാലം അലയേണ്ടി വരുമെന്ന് അറിയില്ല. മനസ്സർപ്പിച്ച് ദൈവത്തോട് തന്നെ പറയൂ. എല്ലാം സാധിച്ചു തരേണ്ടത് അവിടെ നിന്നാണല്ലോ. ഒട്ടും വൈകില്ല എന്ന് തന്നെ എന്റെ മനസ്സ് പറയുന്നു. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓ ഭഗവാനെ, എത്രയും പെട്ടെന്ന് ശാന്തിയുടെയും എന്റെ മകളുടെ അടുത്തേക്ക് എന്നെ എത്തിക്കണേ. പിറന്നാളുകാരിക്ക് എന്റെ വക പ്രസന്റ് എങ്ങനെയാണെന്ന് നോക്ക്. ഗുഡ് സെലക്ഷൻ. താങ്ക് യു നവീൻ. മമ്മി, നവീന്റെ ബർത്ത്ഡേ പ്രസന്റ് കണ്ടോ? നവീൻ, ഇറ്റ്സ് വെരി നൈസ്. എങ്കിൽ പിന്നെ അത് കഴുത്തിലിട്ടോ. ഇതെന്താ ഇവിടെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ്? നവീന്റെ പ്രസന്റ് കണ്ടോ? എന്റെ പൊന്നു സാറേ, എല്ലാ കാര്യങ്ങളും എന്നോട് പറയുന്ന ആളാ. ഈ പ്രസന്റിന്റെ കാര്യം ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സൂക്ഷിക്കേണ്ട ചില രഹസ്യങ്ങളും സർപ്രൈസുകളൊക്കെ ഉണ്ട് മാണിക്കുഞ്ഞ്. അതെല്ലാം തന്റെ അടുത്ത് പറയാൻ പറ്റുമോ? ഓ, കണ്ടോ അവരൊന്നിച്ചപ്പോ നമ്മള് പുറത്തായി. പോട്ടെ മാണിക്കുഞ്ഞ്. മാണിക്കുഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഭാര്യയ്ക്ക് പ്രസന്റ് കൊടുക്കുമ്പോ നവീനോടും പറയണ്ട. ആ, അങ്ങനെ പ്രതികാരം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ കല്യാണം ഒന്നും നടക്കണമല്ലോ.